ಮಕ್ಕಳೇ ಕೊಡ್ತಾರಂಡ ಅಲ್ಲಪ್ಪ ಕರಿಯಲ್ಲ ಈಗ ಗೊಗ್ಗರ್ನ ಕಡೆ വാശി പിടിച്ച് വരുന്നേ ഞാൻ കൊണ്ടുവന്നില്ലേ ഉമ്മച്ചി നീ ഉമ്മച്ചി വിളിച്ചത് കൊണ്ടല്ലേ ഞാനത് നോക്കി നീ ഉമ്മച്ചി വിളിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ നോക്കി നിന്നെ നോക്കി. ഹായ് വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നോമ്പടുത്ത് വന്ന് വീട്ടിലത്തെ ഗ്യാസൊക്കെ ആകെ പോയിട്ടാണ്. അപ്പോൾ ഗ്യാസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഗ്യാസ് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പുതിയ ഗ്യാസിൻ്റെ അൺബോക്സിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് ഗ്യാസൊക്കെ എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത്. പുതിയൊരു മോഡലാണ് കേട്ടോ ഗ്യാസ് ഓർഡർ ചെയ്തിട്ടോ. ഗ്യാസ് നോമ്പിൽ ഇതായിക്കണല്ലേ. ಕಿಟ್ಟೋಟ ತೀರುವ ತೆರ್ರ ಅವಲೇ അവളോട് ഞാൻ പറഞ്ഞ ഗ്യാസ് കണക്ഷൻ വീഡിയോ വ്ളോഗ് करता है മലയാളം വ്ളോഗ്. ഞാൻ ഷോക്ക് നോക്കാൻ ഇതെന്തൊരവസ്ഥ ഉണ്ട്. ഞങ്ങൾ ഗ്യാസ് അവസ്ഥ ഗ്യാസിൻ്റെ പൈപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇതാക്കാൻ കേട്ടോ. പണിയെടുപ്പിക്കാണ്, ഗവൺമെൻറ്റിൻ്റെ പണിയാണ്. ഉഷാറാണ് കേട്ടോ ചെക്കൻ. നോക്ക് പൈപ്പ് ഇടുന്നേ. വിൽക്കുന്ന നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ലൈൻ ഗ്യാസ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് ലൈൻ ഗ്യാസ് ഗവൺമെൻറ്റിൻ്റെ ഇരുന്നിട്ട് ഇന്ന് നമുക്ക് ഗ്യാസിൻ്റെ അണ്ടൊക്കെ വീട്ടിൽ വയ്ക്കാനില്ലേ, ഇതുപോലെ ഇങ്ങനെ ലൈൻ ഗ്യാസാണ്. ഞാനിപ്പോൾ കാണിക്കാനുള്ള റീസൺ എന്തോ കാണിച്ചു തന്നു. ഇങ്ങനെയൊക്കെ എല്ലാ വീട്ടിൽ പോയിട്ട് ഫ്രീ ആയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ മീറ്ററൊക്കെ വെച്ച് കൊടുക്കുന്നത് ഗവൺമെൻറ്. പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ ആ ഒരു റിസ്ക് ഒന്നുമില്ല. ഗ്യാസിൻ്റെ അണ്ട വെച്ചാൽ ബ്ലാസ്റ്റ് ആവും, അങ്ങനത്തെ റിസ്ക് ഇല്ല. ലൈൻ ഗ്യാസാണ് വരുന്നത്. മഷി വരട്ടെ. ബർണറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ടും കാര്യമില്ല. ഉമ്മ രാവിലെ ചില ഗ്യാസിൻ്റെ സ്റ്റൗ ഇല്ല, ശരിയില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അതിൽ പിന്നെ ഞാൻ പറഞ്ഞു ഇനി കാത്ത് വെയിറ്റ് ചെയ്ത് കാര്യമില്ല, ഒരു ഗ്യാസിൻ്റെ സ്റ്റൗ തന്നെ വാങ്ങാൻ വിചാരിച്ചു. സോ ഇന്നൊന്ന് കുട്ടിയുടെ സ്കൂളെല്ലാം ആക്കിയിട്ടാണ് വീട്ടിൽ പോകണം. ആ ചെക്കൻ വന്ന് പോയട്ടാ. സോ സ്കൂളെല്ലാം ആക്കി കുട്ടീനെ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വന്നിട്ട് എന്താക്കും, ഇതിൻ്റെ എല്ലാം എടുത്തിട്ട് പിന്നെ എനിക്ക് വീണ്ടും പണി തരും. അപ്പോൾ ഇതിനെ വലിപ്പം തന്നെ മാറ്റി വയ്ക്കുന്നത് നല്ലതല്ലേ. ഈ ബോക്സിൻ്റെ നോക്കാം
കണ്ടില്ലേ ബോക്സ് കേട്ടോ. അപ്പോൾ ഞാൻ വല്ല പുതിയ ഗ്യാസിലാണ് കേട്ടോ ഇന്ന് കുക്കിംഗ് ചെയ്യുന്നത്. നല്ല രസമില്ല ഗ്യാസ്. ഞാനിവിടെ ഓൺ, ഇത് സ്പീഡാണ്, ഇത് ഓൺ, ഇത് സ്പീഡാണ്. പിന്നെ ഇവിടെ മൂന്നുണ്ട്. നല്ല കണ്ടില്ലേ സൂപ്പർ ഗ്യാസാണ്, അടിപൊളി. പിന്നെ ഇതിനൊന്ന് കാര്യം എന്താണ് അറിയാം, ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് ഇതിങ്ങനെ എടുക്കാം. അല്ല ഒന്ന് കണ്ടാൽ മട്ടൻ തന്നെ കുട്ടി പറയാവില്ലല്ലോ ആൾക്കാർ. അയ്യോ ചൂടുണ്ട് ഗൈസ്, നല്ല ചൂടാവുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇത് ഇങ്ങനെ മോലാക്കിയിട്ട് ഇവിടെ ക്ലീൻ ആക്കാം. ഇങ്ങനെ മോലാക്കി പിടിച്ചിട്ട് ഇവിടേക്ക് തുടക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ തുടക്കാൻ പറ്റും, ഇങ്ങനെ തുടക്കാൻ പറ്റും. ഇതുപോലെ എല്ലാം തുടക്കാം. പിന്നെ 2 years വാറൻറ്റിയാണ് സ്റ്റോപ്പിൽ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. 2 years വാറൻറ്റി ഓൺ ഗ്ലാസ് ഇറ്റ്സ്. പിന്നെ ഇതാ ഇവിടെ എടുത്തു. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മാഗി കൊണ്ടുള്ള ഒരു ചെറുമുടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറുമുടിയാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറുമുടി എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ചെറുമുടി മീൻസ് മാഗി സ്പെഷ്യൽ. ഫ്രഷ് ആക്കണം കേട്ടോ ആദ്യം. അതിങ്ങനെ കത്തിക്കൊണ്ട് ഫ്രഷ് ആക്കണം. അപ്പം ഇങ്ങനെ ഫ്രഷ് ആക്കി ഇതൊന്ന് വറുക്കണം. അപ്പം ഞാൻ കൊക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കൊക്കനട്ട് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തു. കാണുന്നില്ലല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ട്. ആൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ടോ അത്തുമെയ്യ. കുറച്ച് മെല്ലാക്കട്ടെ ഗ്യാസ്. ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ. മീൻസ് വൈറൽ മാജിക് മസാല. നിക്കടാ സബറാക്കടാ, ഇല്ല അർജൻറ്റ്, നിങ്ങൾക്ക് അർജൻറ്റാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കട്ടെ. ഇതുവരെ നിങ്ങൾക്ക് എൻ്റെ കാണുമായിരുന്നു. ഇപ്പം കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ഇതുണ്ടല്ലോ, സ്റ്റൗ കുറച്ച് അപ്പായി പോയി. അതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാനിവിടെ വറുത്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളർ വന്ന ശേഷം കഴിഞ്ഞു ഫ്രൈ ആക്കിയിട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഒരു തവണ ട്രൈ ചെയ്തിട്ടോ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉമ്മാണ്ട് ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ, ഇന്നത്തെ ടോപ്പിക്ക് നോമ്പ് അടുത്ത് വന്നില്ലേ, അതുകൊണ്ട് സദക്കാണ് ഉമ്മാൻ്റെ ടോപ്പിക്. ഇന്ന് രാവിലെ തുടങ്ങിക്കണ സദക്കാണ്ട് വാല് ചെയ്യാണ്. അപ്പം ഞാനിത് കുറച്ച് കൊക്കോനട്ട് ഓയിൽ കേട്ടോ, ബട്ടറിലൊക്കെ ഇതാക്കുന്നുണ്ട്. ബട്ട് ഞാനിവിടെ കൊക്കോനട്ട് ഓയിലാണ്. കിച്ചണൊന്നും നോക്കണ്ട, കിച്ചണൊക്കെ ഡെക്കറേറ്റ് ആയിട്ടാണ്. നോമ്പ് വരല്ലേ, സോ ചെയ്യാൻ നോമ്പ് വരല്ലേ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മോൻ എടുക്കണമായിരുന്നു വീഡിയോ, ബട്ട് അവൻ എടുത്തില്ല. അവനക്ക് തിന്നാൻ മാത്രമേ വേണം, ഹെൽപ്പ് ചെയ്തില്ല എന്നെ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ആക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ. ഇനി കറിഞ്ഞാൽ ടേസ്റ്റ് പോലെ അമ്മ മനസ്സ് ಎಲ್ಲ ಐತಿಪ್ಪ ಏಟದಿಂದ ಓದ್ಕೊಂಡು ಬೇಜಾರಾಗಿಲ್ಲ ಅವರು ಬರಂತ ರಾತ್ರಿ ಕಾತಿನ ಗಿಡವಾಯ್ತು ಅದೇ ಬಾಕಿ ನೆಲ್ಲ ಇದಾಗ್ತದೆ ಎಲ್ಲ
എന്ത് വേണമെങ്കിൽ ചെല്ലപ്പാ, ഐ ഡോണ്ട് കെയർ. അപ്പൊ നമ്മൾ തക്കാളി, ഓണിയൻ, പിന്നെ കോരിയണ്ടർ ഇതിലിടണം. പിന്നെ വേറെ എന്തുണ്ടോ, കുറച്ച് ലെമണ്, പിന്നെ മാഗി മസാല, അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് ഇതിലിടണം. ഓക്കെ, നോക്കണം. ഉമ്മാക്ക് ഇന്ന് ഭയങ്കര ബിസിയാണ്. ഞാൻ വർക്ക് ചെയ്യല്ലേ, ഭയങ്കര ബിസി. കാരണം തലക്ക് തട്ടിട്ട് വരണം കേട്ടാ. നോമ്പ് വരാനായി. ആൾക്കാർ ഒരുപാട് ആൾക്കാർ നോക്കും വീഡിയോ. ഫുഡാക്കാൻ ഞാൻ ഫുഡാക്കുന്നേ ഇല്ലല്ലോ, എല്ലാം ഉമ്മണ്ണുണ്ട്. അതെ അതെ അതെ, ഞാനൊന്നും ഉണ്ടാക്കില്ല, എല്ലാം ഉമ്മ. മക്കളെ കൊടുക്കണ്ട. ಅಲ್ಲಪ್ಪ ಅರಿಯಲ್ಲ ಈಗ ಗೊಗ್ಗರ್ನ ಕಡೆ കൈ ചൂടായി. അതെ പറഞ്ഞ എന്തെങ്കിലും വാശി പിടിച്ച് വരുന്നേ, ഞാൻ കൊണ്ടുവരുന്നില്ലേ. ഉമ്മച്ചി നീ ഉമ്മച്ചി വിളിച്ചത് കൊണ്ടല്ലേ ഞാനത് നോക്കി. നീ ഉമ്മച്ചി വിളിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ നോക്കി, നിന്നെ നോക്കി. ആ സൗദന്റെ ബാഡ് തന്നെ. സൗദ എന്റെ പേര് മനസ്സിലായില്ലേ, മൊഞ്ചത്തി അല്ല കേട്ടോ, സൗദ മലബാർ മൊഞ്ചത്തി അല്ല. ഇതാ ഇങ്ങനെ വഹിച്ചു കൊടുത്തു. എന്റെ പേരെല്ലാം പ്ലേറ്റൊക്കെ ഇടും. ആദ്യം നമ്മൾ ഇത് ചെയ്യും. അപ്പൊ നമ്മള് മാഗി, ഇതിലേക്ക് കുറച്ച് തക്കാളി, ഉള്ളി, പിന്നെ കോരിയണ്ടർ ലീവ്സ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു, കുട്ടികളെ വൈറ്റ് പോട്ടെ. പിന്നെ പച്ചമുളക് എന്തല്ലേ കുറച്ചുണ്ടല്ലോ, റോസ്റ്റഡ് കടലാണ് ഇട്ട് കൊടുത്തത്. അപ്പൊ ഞാൻ ഇവിടെ ഇതിലേക്ക് കുറച്ച് റോസ്റ്റഡ് കടലാണ്, റോസ്റ്റഡ് വേപ്പിച്ച കടലാണ് ഇട്ട് കൊടുക്കും. റോസ്റ്റഡ് ഇല്ല. മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നുണ്ടോ? അയ്യോ ചൂടും കഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് ഇട്ടു, എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കട്ടെ. കുൽക്കൽ ഓവർ കോൺഫിഡൻസിലാണ് കുളിച്ചത്. അത് നീ എന്തെങ്കിലും പേടിக்கிறേ. അപ്പൊ നമ്മള് കണ്ടില്ലേ, അപ്പൊ നമ്മളിതാ കണ്ടില്ലേ മാഗിന്റെ മസാല റെഡി ചെയ്യണം. അവിടെ കഴിച്ച് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ. മാഗി മസാല അവിടെ നോക്കാം എന്തുകൊണ്ട് ടേസ്റ്റ് കുറവാണല്ലോ. അപ്പൊ മാഗി മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാഗി മസാല ഇട്ട് കൊടുത്തു. ഉണ്ടാക്കിയത് മാഗിന്റെ ഇതാണ്, പക്ഷെ കിച്ചൺ ആയത് ബിരിയാണി ഉണ്ടാക്കിയത്. ഇപ്പൊ തരാം. കുട്ടികൾ സബറില്ലേ, നോക്കട്ടെ ഇപ്പൊ കഴിച്ചു. എമ്മേട്ടോ മാഗി മസാല ചേച്ചപ്പുണ്ടല്ലോ, വാവ്. കഴിക്കാത്തവർ കഴിക്കും. മുഴിച്ച് തന്നെ ടേസ്റ്റ് നോക്കും. മുഴിച്ച് പോയി. മസ്റ്റ് ട്രൈ ചെയ്യാം, മസ്റ്റ് ട്രൈ ചെയ്യാം. വെറൈറ്റി ആൻഡ് ഡിഫറെൻ്റ് ആണ്. മുളക് പൊടി അതൊന്നും ആഡ് ചെയ്യണ്ട. കോക്കനട്ട് ഓയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് കോക്കനട്ട് ഓയിലിൻ്റെ ആവശ്യമില്ല. ആൻഡ് തക്കാളി, പച്ചമുളക്, മാഗി മസാല ഇതൊക്കെ ചേർന്നപ്പോൾ വെറൈറ്റി ടേസ്റ്റാണ്, അടിപൊളിയാണ്. വെൽക്കം.
ഞാൻ പറയുന്ന കണക്കിന് കുട്ടികളാണ് പറയണം. അവരാണ് ടേസ്റ്റിൻ്റെ ആൾക്കാർ. അവർ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ഫുഡും കഴിക്കില്ല. ബൈ ഷുവർ, ഇവിടെ വാ, ഇത് കഴിച്ചു നോക്കൂ. സൂപ്പറാ. നിക്ക് മൊയ്സ് കൊടുക്കണം. പരിപാടി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവല്ലേ, സോ അതുകൊണ്ട് നോമ്പിൻ്റെ മുമ്പായിട്ട് തന്നെ അവർ കുറച്ച് കുട്ടികളെ കൂട്ടിയിട്ട് ബീച്ചിലേക്ക് പോകാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയായിട്ട് ബീച്ചിലേക്ക് പോകുന്ന പ്ലാനാണ്. അപ്പോൾ ഞാനും ഉമ്മ കുട്ടികൾ ഫാമായിട്ട് ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ അവർ ലോഗാണ്. ഡ്രൈവിങ് ഞാനാണ് ചെയ്യുന്നത്. ഒരു മ്യൂസിക്കാണ് കേട്ടോ. പോയിഷ് മ്യൂസിക് ഉമ്മ ഞാൻ നേരെ വന്ന് മ്യൂസിക്കാണ്. അവളും മിൽക്ക് കഴിക്കാൻ വന്നത് കേട്ടോ. അവളും മിൽക്ക് കഴിക്കാൻ റീസെൻ്റ് അവളും മിൽക്ക് ഇഷ്ടപ്പെടുന്നത് കഴിച്ചിട്ടാണ്. ಅವ್ರ ಕಲೆಯಲ್ಲೇ ಅವ್ರ ಮಿಲ್ಕ್ കഴിക്കാൻ ഉമ്മാൻ്റെ ഡയറ്റ് ಅವ್ರ മിൽക്ക് കേട്ടോ. ഷുഗർ ഇല്ലാത്തത്. വീലു